അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ 2025 നടന്ന അൽ ഫിഖ്ഹുൽ ഇസ്ലാമിയുടെ അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താൻ നിസ്കാരം ഖസ്റും ജംഉം പാടില്ല. നിസ്കാരം ഖസ്റാക്കാനും പറ്റില്ല, ജംആക്കാൻ പറ്റില്ല. അതേത് യാത്രയിലാണ്? അലക്ഷ്യ യാത്രയിൽ, ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയിൽ പറ്റില്ല. 2 മുബ്തദിഇനെ തുടർന്ന് നിസ്കരിക്കൽ. ആൻസർ കറാഹത്ത്. 3 കൈ പൊള്ളിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ച സ്വഹാബി. ആൻസർ മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹു. 4 ഇഖാമത്തിന് ശേഷം എഴുന്നേൽക്കൽ. ആൻസർ ജമാഅത്തിൻ്റെ അദബ്. 5 നിസ്കാരത്തിൽ ഇമാമ് മഅ്മൂമും എതിരാവൽ അഭംഗിയാകുന്ന സുന്നത്ത്. നിസ്കാരത്തിൽ ഇമാമും മഅ്മൂമും അഭംഗിയാകുന്ന സുന്നത്ത്. ആൻസർ സഹ്വിൻ്റെ സുജൂദ്. 6 ഖബറിൻ്റെ ആഴത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ആൻസർ 4.5 മുഴം. ഇനി രണ്ടാമത്തെ ചേരുംപടി ചേർക്കുക. 7 സ്ത്രീ മഹ്റമില്ലാതെ യാത്ര ചെയ്യൽ. ആൻസർ ഡി ആണ്, ഹറാമ്. 8 ഭർത്താവ് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കൽ. ഭർത്താവ് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കൽ. ആൻസർ സി ജായിസ്. 9 മയ്യത്ത് കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കൽ. ആൻസർ ഇ കറാഹത്ത്. 10 ജുമായിൽ ഇമാമ് ജമാഅത്തിനെ കരുതൽ. ആൻസർ എ വാജിബ്. ജുമായിലാട്ടോ പറഞ്ഞിട്ടുള്ളത്, അത് വാജിബാണ്. 11 മയ്യത്ത് നിസ്കാരം മസ്ജിദിൽ വെച്ചാവൽ. ആൻസർ ബി സുന്നത്ത്. ഇനി അടുത്ത വിട്ട ഭാഗം പൂരിപ്പിക്കുക. 12 മയ്യത്തിൻ്റെ സമീപം യാസീനും ഡാഷും ഓതണം. ഏതാ? സൂറത്ത് റാദും ഓതണം. 13 അഅ്ളമല്ലാഹു അജ്റക ഡാഷ് വ ഗഫറ ലിമയ്യതിക. തഅസിയത്തിൻ്റെ സമയത്ത് പറയാനുള്ളത് അഅ്ളമല്ലാഹു അജ്റക വ അഹ്സന അസാഅക വ ഗഫറ ലിമയ്യതിക. 14 അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി ഡാഷ് ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വ തവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. ഇനി 15 നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ മസ്ബൂക്ക് ഡാഷ് ഓതുകയാണ് വേണ്ടത്. എന്തോതുകയാണ് വേണ്ടത്? ഫാത്തിഹ ഓതുകയാണ് വേണ്ടത്. 16 മറമാടുന്ന സമയം മയ്യത്തിൻ്റെ ഡാഷ് ഖബറിൻ്റെ കാൽഭാഗത്ത് വെക്കൽ സുന്നത്താണ്. മയ്യത്തിൻ്റെ തലഭാഗം ഖബറിൻ്റെ കാൽഭാഗത്ത് വെക്കൽ സുന്നത്താണ്. 17 മയ്യത്തിൻ്റെ ശരീരത്തിലെ നഖം, മുടി തുടങ്ങിയവ നീക്കൽ ഡാഷ് ആണ്. എന്താണ്? ആൻസർ കറാഹത്താണ്. ഇനി 4ാമത്തെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18 സ്ത്രീകൾക്ക് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമമായ സ്ഥലം ഏത്? സ്ഥലം ഏതാണ്? ആൻസർ വീട്. അവരുടെ വീടാണ് അവർക്ക് ഉത്തമം. 19 ജുമുഅ സാധുവാകാൻ വേണ്ട ആളുകൾ എത്ര? ആൻസർ 40. 20 നിസ്കാരം ഖസ്റും ജംഉമാക്കൽ അനുവദനീയമാകാൻ കുറഞ്ഞ ദൂരം. എത്ര ദൂരം വേണ്ടത്? ആൻസർ 132 കിലോമീറ്റർ. 21 മരണപ്പെട്ടത് മുതൽ 7 നാളുകളിൽ ഭക്ഷണം നൽകൽ സ്വഹാബികൾ ഇഷ്ടപ്പെട്ടിരുന്നു. ഇത് പറഞ്ഞതാര്? ആൻസർ ത്വാഊസ് റളിയല്ലാഹു അൻഹു. 22 മയ്യത്ത് കരിഞ്ഞതുകൊണ്ടോ മറ്റോ കുളിപ്പിക്കാൻ പ്രയാസമായാൽ എന്തു ചെയ്യണം? ആൻസർ തയമ്മം ചെയ്യണം. 23 5 വക്ത് നിസ്കാരം പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്ത്? ആൻസർ ഫർള് കിഫായ. ഇനി 5ാമത്തെ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24 രോഗിയുടെ അടുത്ത് വെച്ച് 7 തവണ ചൊല്ലൽ സുന്നത്തുള്ള ദുആ ഏത്? ആൻസർ അസ്അലുല്ലാഹുൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക. 25 ഭൂമിയെ അല്ലാഹു തആല വിലക്കിയിട്ടുണ്ട്. എന്തിൽ നിന്ന്? ആൻസർ അമ്പിയാക്കളുടെ ശരീരത്തെ തൊട്ട്. അമ്പിയാക്കളുടെ ശരീരം ഭക്ഷിക്കുന്നതിന് തൊട്ട് ഭൂമിയെ അല്ലാഹു തആല വിലക്കിയിട്ടുണ്ട്. 26 ജുമുഅയിൽ 2ാം റക്അത്തിലെ റുക്കൂഇന് ശേഷം ഇമാമിനെ തുടർന്നവൻ എന്തു ചെയ്യണം? ആൻസർ ജുമുഅയുടെ നിയ്യത്ത് ചെയ്ത് തുടരുകയും ഇമാമിൻ്റെ സലാമിന് ശേഷം ളുഹറായി പൂർത്തിയാക്കുകയും വേണം. 27 മയ്യത്ത് മറമാടിക്കഴിഞ്ഞ ശേഷം വന്നവർ എങ്ങനെ മയ്യത്ത് നിസ്കരിക്കണം? ആൻസർ ഖബറിനടുത്ത് വെച്ച് നിസ്കരിക്കണം. 28 പിന്തിച്ചു ജംആക്കുന്നതിന് 2 ഷർത്തുകളുണ്ട്. അവ ഏതെല്ലാം? ആൻസർ 1ാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് ജംഇനെ നിയ്യത്ത് ചെയ്യുക. 2ാമത്തെ നിസ്കാരം അവസാനിക്കുന്നത് വരെ യാത്രയിലാവുക. ഇനി 29ാമത്തേത് വെള്ളിയാഴ്ചയിലെ പ്രധാന സുന്നത്തുകളിൽ നിന്ന് 2 എണ്ണം എഴുതുക. ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ജുമുഅക്ക് പോകാനടുത്ത സമയത്ത് കുളിക്കുക.
30-ാമത്തത് മരണവീട്ടുകാർ തഅസിയത്ത് ചെയ്യുന്നവരോട് എന്താണ് പറയേണ്ടത്? ആൻസർ ജസാക്കല്ലാഹു ഖൈറൻ വതഖബ്ബലല്ലാഹു മിൻക. 31 ഇമാമിനു മുന്നേ അശ്രദ്ധമായി മഅ്മൂം ഒരു ഫർള് ചെയ്താൽ മഅ്മൂം എന്ത് ചെയ്യണം? ആൻസർ തിരിച്ചു വരികയോ അവിടെ തുടരുകയോ ചെയ്യാം. ഇനി അടുത്തത് 5 വരിയിൽ എഴുതാനുള്ളതാണ്. 32-ാമത്തെ നിസ്കാരം ഖസ്റാക്കലിനെ കുറിച്ചോ അല്ലെങ്കിൽ ജമാഅത്ത് സ്വഹിയാകാനുള്ള ഷർത്തുകൾ അതിനെക്കുറിച്ചോണ് എഴുതേണ്ടത്. അപ്പോൾ നിസ്കാരത്തെ ഖസ്റാക്കൽ എങ്ങനെ ഇതാ 132 കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരമുള്ള ശരിയായ ലക്ഷ്യമുള്ള ഹലാലായ യാത്രയിൽ നിസ്കാരത്തെ ഖസ്റാക്കൽ അനുവദനീയമാണ്. 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്തായി നിസ്കരിക്കുന്നതാണ് ഖസ്ർ എന്ന് പറയുന്നത്. ഖസ്റാക്കുന്നതിന് 4 ഷർത്തുകളുണ്ട്. അലക്ഷ്യമായ യാത്രയിൽ ഖസ്റാക്കൽ അനുവദനീയമല്ല. ഇനി അടുത്ത് ജമാഅത്ത് സ്വഹിയാവാനുള്ള ഷർത്തുകൾ, അത് 1-ാമത്തെ പാഠത്തിൽ ഓരോന്നിനും അക്കമിട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ അത് നോക്കി പഠിച്ചാൽ മതി. ഇനി 33 രോഗസന്ദർശനത്തിൻ്റെ മഹത്വം. ആൻസർ രോഗിയെ സന്ദർശിക്കൽ പരലോകത്തെ ഓർമ്മിപ്പിക്കുകയും സ്നേഹബന്ധം ഊഷ്മളമാക്കുകയും ഹൃദയവും ലോലമാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രോഗിയെ സന്ദർശിക്കുന്നവൻ അവിടെ നിന്ന് മടങ്ങുന്നത് വരെ സ്വർഗത്തോപ്പിലാണ്. അത് രാവിലെയാണെങ്കിൽ വൈകുന്നേരം വരെയും വൈകുന്നേരമാണെങ്കിൽ രാവിലെ വരെയും 70,000 മലക്കുകൾ അവന് വേണ്ടി പാപമോചനം നടത്തും. അടുത്ത മയ്യത്ത് നിസ്കാരത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ എഴുതേണ്ടത്. ഏതാണത്? മയ്യത്ത് നിസ്കാരത്തിന് 7 ഫർദുകളുണ്ട്. നീയത്ത് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക, 4 തക്ബീർ ചൊല്ലുക. 1-ാം തക്ബീറിന് ശേഷം ഫാത്തിഹയും 2-ാം തക്ബീറിന് ശേഷം സ്വലാത്തും 3-ാം തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി ദുആയും ചെയ്യുക. 4-ാം തക്ബീറിന് ശേഷം സലാം വീട്ടുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് 2025 അർദ്ധവാർഷിക പരീക്ഷാ ചോദ്യപേപ്പർ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അല്ലാഹു തആല എല്ലാവർക്കും ഉന്നതമായ അർഹിക്കുന്ന വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.